നമസ്കാരം. സ്റ്റാർലൈനർ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ചയെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് ഇന്ന് ശാസ്ത്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജൂൺ 7 ബഹിരാകാശ നിലയത്തിലെത്തി ജൂൺ 13 മടങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ വിക്ഷേപണത്തിനു പിന്നാലെ സ്റ്റാർലൈനർ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ 9 വഴിയാകും വിൽമോറും വില്യംസും ഇനി മടങ്ങിയെത്തുക. ഇത്തരം രക്ഷാദൗത്യങ്ങൾ ഇതാദ്യമായല്ല നടക്കുന്നത്. 1970-ൽ നാസയുടെ അപ്പോളോ 13 ദൗത്യം ലോകശ്രദ്ധ ആകർഷിച്ചത് ഇത്തരമൊരു ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള അതിജീവന പോരാട്ടത്താലാണ്. അതിനു മുമ്പ് എന്താണ് അപ്പോളോ ദൗത്യം എന്നറിയാം. ബഹിരാകാശത്ത് എത്തുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമായിരുന്നു ഒരു കാലഘട്ടം വരെയും. അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ശീതസമരത്തും ഈ മത്സരം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ആദ്യ കൃത്രിമ ഉപഗ്രഹവും ആദ്യ ബഹിരാകാശ സഞ്ചാരിയും സോവിയറ്റ് റഷ്യയിൽ നിന്നായപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുക എന്നത് ഒരു അമേരിക്കക്കാരൻ തന്നെയാകണമെന്നത് അമേരിക്കൻ ജനതയുടെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമായി ഉയർന്നു വന്നു. അപ്പോളോ എന്ന പേരിലായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ നടത്തിയത്. ഗ്രീക്ക് മിത്തോളജിയിലെ സൂര്യദേവനാണ് അപ്പോളോ. 1961-ൽ ആദ്യമായി ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കക്കാരനിലൂടെ മനുഷ്യൻ്റെ കാൽസ്പർശം പതിഞ്ഞു. പിന്നീട് 1975 വരെ 17 അപ്പോളോ ദൗത്യങ്ങൾ. ഇവയിൽ 11 എണ്ണത്തിൽ യാത്രികരുണ്ടായിരുന്നു. 6 തവണ മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ശീതയുദ്ധ കാലയളവിൽ ബഹിരാകാശത്തെ പല നേട്ടങ്ങളും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയതിൻ്റെ തിളക്കക്കുറവെല്ലാം അപ്പോളോ ദൗത്യത്തിലൂടെ അമേരിക്ക മാറ്റി. എന്നാൽ ആദ്യത്തെ കുറച്ച് ദൗത്യങ്ങൾ കഴിഞ്ഞതോടെ ചാന്ദ്രയാത്രയിലുള്ള താല്പര്യം അമേരിക്കൻ ജനതയ്ക്ക് കുറഞ്ഞു വന്നു. തങ്ങളുടെ മേധാവിത്വവും പൊങ്ങിച്ചവും കാണിക്കുവാൻ അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണം സർക്കാർ ദൂർത്തടിക്കുകയാണ് എന്ന് പോലും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് അപ്പോളോ 18, 19, 20 ദൗത്യങ്ങൾ നാസ നിരനിരയായി റദ്ദാക്കി. 1966 മുതൽ 3,50,000 ആളുകളാണ് അപ്പോളോ ബഹിരാകാശ വാഹനങ്ങളും സാറ്റേൺ റോക്കറ്റും മറ്റു സാമഗ്രികളും നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോളോയുടെ മാതൃപേടകത്തിൽ തന്നെ ഏതാണ്ട് 2 ദശലക്ഷം സൂക്ഷ്മ ഭാഗങ്ങളുണ്ട്. അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി വന്ന ഇന്ധനം ഉപയോഗിച്ച് ഒരു കാർ ഭൂമിക്ക് ചുറ്റും 400 പ്രാവശ്യം ഓടിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. കോടിക്കണക്കിന് ഡോളർ ഓരോ അപ്പോളോ പ്രയാണത്തിനും ചിലവായിട്ടുണ്ട്. നാസയുടെ ബഡ്ജറ്റ് ചുരുക്കലിൻ്റെ ഭാഗമായി സാറ്റേൺ 5 റോക്കറ്റുകളുടെ ഒരു ബാച്ച് കൂടി നിർമ്മിക്കേണ്ടതില്ല എന്ന് തീരുമാനമായി. പിന്നീട് ഒരിക്കലും ഒരു അപ്പോളോ പേടകവും ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതേയില്ല. അപ്പോളോ ദൗത്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ദൗത്യം അപ്പോളോ 13-ൻ്റേതാണ്. ബഹിരാകാശ രംഗത്ത് മനുഷ്യൻ അതുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അതിജീവനത്തിനും ആ ദൗത്യം സാക്ഷിയായി. 1970 ഏപ്രിൽ 11-നാണ് അപ്പോളോ 13 ദൗത്യം ആരംഭിക്കുന്നത്. ജിം ലോവൽ, ജാക്ക് സ്വിഗറ്റ്, ഫ്രെഡ് ഹെയ്സ് എന്നിവരായിരുന്നു യാത്രികർ. 3 ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലിറക്കി തിരികെ എത്തിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും അപ്പോളോ 13 ദൗത്യവും വഹിച്ചുകൊണ്ടുള്ള ശക്തമായ സാറ്റേൺ 5 റോക്കറ്റ് മാനവരാശിയെ 3ാമത്തെ ചാന്ദ്ര ലാൻഡിങ്ങിലേക്ക് നയിച്ച് യാത്ര തുടങ്ങി. 2 ദിവസം പിന്നിടുമ്പോൾ പേടകം ഭൂമിയിൽ നിന്ന് 3 ലക്ഷം കിലോമീറ്റർ ദൂരത്ത് എത്തവേ ഒരു ദുരന്തം സംഭവിക്കുന്നു. സർവീസ് മൊഡ്യൂളിലെ ഒരു ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചു. ക്രാഫ്റ്റിൻ്റെ പവർ, ഇലക്ട്രിക്കൽ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഓക്സിജൻ്റെയും ഊർജത്തിൻ്റെയും ബന്ധം വിച്ഛേദിക്കപ്പെട്ട് മൊഡ്യൂൾ ബഹിരാകാശത്ത് കറങ്ങാൻ തുടങ്ങി. ആ മൊഡ്യൂളിനുള്ളിൽ ജീവനോടെ ഭൂമിയിൽ എത്തുമോ എന്നറിയാതെ 3 മനുഷ്യരും. സിനിമാ കഥയെ പോലും വെല്ലുന്ന സാഹചര്യം. ഇതോടെ ചന്ദ്രനിലിറങ്ങുന്ന പദ്ധതി നാസ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുക എന്നതായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. പക്ഷേ ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പേടകവുമായി ആശയവിനിമയ സംവിധാനം ഒഴികെ മറ്റൊന്നും തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. 3 പേരുടെ ജീവന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക. കേടായ കമാൻഡ് മൊഡ്യൂളായ ഒഡീസി പ്രവർത്തനരഹിതമാക്കി ജീവനക്കാർ താൽക്കാലിക ലൈഫ് ബോട്ടായി ചാന്ദ്ര മൊഡ്യൂളായ അക്വേറിയസിൽ അഭയം പ്രാപിച്ചു. തണുത്തുറഞ്ഞ താപനില, കടുത്ത നിർജ്ജലീകരണം, ഭൂമിയിലേക്ക് മടങ്ങാൻ ആവശ്യമായ വിഭവങ്ങൾ ഇല്ലെന്ന നിരന്തരമായ ഭയം എന്നിവ പോലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും ക്രൂ അവരുടെ സംയമനം പാലിക്കുകയും ഓരോ തടസ്സങ്ങളെയും മറികടക്കുവാൻ മിഷൻ കൺട്രോളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോളോ 13 ദൗത്യം ചന്ദ്രനിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിലും സഞ്ചാരികളെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു. ചന്ദ്രനെ ഭ്രമണം ചെയ്ത് തിരികെ വന്ന പേടകം ഏപ്രിൽ 17-ന് ശാന്തസമുദ്രത്തിൽ ഇറങ്ങി. അപകടം പിണഞ്ഞാലും
ഒരു ബഹിരാകാശ വാഹനത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അപ്പോളോ 13 തിരിച്ചെത്തൽ എന്നതിനാൽ ഈ ദൗത്യം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.